അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് പേപ്പറുകളിൽ മാത്രം, ഇതൊരു പത്രസമ്മേളനത്തിൽ മാത്രം മതിയോ? അതായത് പെർ ക്യാപിറ്റ എന്ന് പറയുന്ന സാധനം കൂടുണ്ടായപ്പോൾ 8.2 എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെർ ക്യാപിറ്റ ഒരാൾക്ക് കിട്ടുന്ന അത് കൂടുണ്ടായ ഗ്രാജ്വലി, അത് കൂടിയിട്ടില്ല, അത് കുറഞ്ഞു, അത് അതേപോലെ നിൽക്കുകയാണ്. അപ്പം എന്ത് GDP കൂടിയത് എനിക്കറിയത്തില്ല. വീണ്ടും ഞാൻ ഗവൺമെൻറ് പറയുന്ന കണക്കുകൾ, IMFനെ തള്ളിക്കളയുന്നു, ഗവൺമെൻറ് പറയുന്ന കണക്കുകളാണ് ശരി. അപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ പറയുന്നത് അമേരിക്കൻ ടാരിഫ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ കുതിച്ചു കയറിയെന്ന് പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ തന്നെ പറയുന്നത് എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്തു. അതായത് കഴിഞ്ഞ 2 മാസം സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, സെപ്റ്റംബറിൽ, നവംബർ അടുക്കാറായി. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുക്കുമ്പം ഒക്ടോബറിൽ 13, സെപ്റ്റംബറിൽ അത് 9. അതായത് ഗവൺമെൻറ് കണക്കിനാണ് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഇത് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എക്സ്പോർട്ട് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന എക്സ്പോർട്ട്, അതായത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടർ, ജൂവലറി, എക്സ്പോർട്ട്, ഇങ്ങനെയുള്ള സംഭവം, ചെമ്മീൻ, അതെല്ലാം വയ്ക്കുന്നു. ഇവരുടെയൊക്കെ ജോലി പോയി. ഉറപ്പായിട്ടും ഗവൺമെൻറ് പറയുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റ്, അതായത് ദുബായിലോട്ടുള്ള എക്സ്പോർട്ട് കൂടി. എങ്ങനെ കൂടിയെന്ന് നിങ്ങൾക്കറിയാം എക്സ്പോർട്ട് കൂടിയത്? അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ പല കമ്പനികളോടും ഗവൺമെൻറ് പറഞ്ഞു, അതായത് ദുബായുമായിട്ട് ദുബായ് ഫ്രീ ഫോറുമായിട്ട് ഗവൺമെൻറ് ചർച്ച നടത്തി. അതായത് ഇവിടുന്ന് സാധനം ദുബായി പോകുന്നു, അവിടെ റീപാക്കേജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് അയക്കാൻ തുടങ്ങി. കാരണം അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നടക്കട്ടെ. കാരണം 50% പ്യൂണിറ്റീവ് ടാരിഫുമായിട്ട് നമുക്കിത് അയക്കാൻ പറ്റത്തില്ല.